ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ കുറേ ദിവസമായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണ് കേട്ടോ അതൊന്നും തരപ്പെട്ടത്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേക്കും കേട്ടോ. അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസമാണ്. പക്ഷേ മോനില്ല കേട്ടോ, കുഞ്ഞാറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് സ്കൂളിൽ ലഞ്ച് കൊണ്ടുപോകണം. അപ്പോൾ സാധാരണ ഞാൻ ചോറ് കുക്കറിലാട്ടോ വെക്കാറ്. പിന്നെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഇടിയപ്പമാണ്. അപ്പോൾ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചിക്കൻ കുറച്ചെടുത്ത് ഉച്ചക്കത്തേക്കും കൂടി മാറ്റി വയ്ക്കും ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കറിയാക്കാമെന്ന് കരുതി. അപ്പോൾ കുഞ്ഞാറ്റ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് സെറ്റിയിൽ വന്ന് കിടക്കുക കേട്ടോ. ശരിക്കും അവൾക്ക് 10:15 സ്കൂൾ ബസ് വരുന്നത്. പക്ഷേ എങ്കിൽ പോലും ആ ടൈം എന്ന് പറയുന്നത് ഒരു ബിസി ടൈമായിരിക്കും. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് വേഗം അവൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും സ്നാക്സും വെള്ളമൊക്കെ എടുത്തു വെച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച് റെഡിയായി ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇന്നധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ ബസ് വന്നു. അങ്ങനെ ഞാൻ അവളെ കയറ്റി വിട്ടു, ബസ് പോയി. അവൾ പോയതിന് ശേഷം കേട്ടോ സാധാരണ ഞാൻ വീട്ടിലെ മറ്റ് ജോലികളൊക്കെ ചെയ്യാറ്. അപ്പോൾ അവൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ വീട് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുമായിരിക്കും. ടോയ്സും ഡ്രസ്സും അതുപോലെ എല്ലാ സാധനങ്ങളും നിരന്ന് കിടക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇച്ചക്കുട്ടൻ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അടിച്ചുവാരലും തുടക്കലൊക്കെ അങ്ങോട്ട് തീർത്തു വയ്ക്കും. അതിന് ശേഷമാണ് പിന്നെ അവന് ഫുഡ് കൊടുക്കലും അതുപോലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള കറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇച്ചൂട്ടി എഴുന്നേറ്റതിന് ശേഷം കേട്ടോ ആ റൂമൊക്കെ ക്ലീൻ ആക്കുള്ളൂ, അല്ലെങ്കിൽ അവൻ വേഗം സൗണ്ട് കേട്ട് എഴുന്നേക്കും. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് ചെമ്മീൻ കറി ആയിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങാക്കോൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീനും മുരിങ്ങാക്കോലും തക്കാളിയും കൂടി ആട്ടോ ഞാൻ കറി വെച്ചത്. ഞാൻ ഇങ്ങനത്തെ കറിയൊക്കെ വല്ലപ്പോഴും ആട്ടോ വെക്കാറുള്ളൂ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിനകത്തേക്ക് കുറച്ച് തേങ്ങ കൂടി അരച്ചൊഴിച്ച് താളിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഞാനും തക്കടും ഇച്ചുക്കുട്ടനും ആട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേരം കുഞ്ഞാറ്റ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ സ്കൂൾ വിട്ട് വന്നിട്ട്. അതുകൊണ്ട് അവിടെ എത്തിയപ്പോൾ മുതൽ അവൾക്ക് വിശപ്പായിരുന്നു. ഞങ്ങൾ വേഗം ഒരു സ്വീറ്റ് കോണിൻ്റെ പാക്കറ്റ് മേടിച്ച് പിന്നെ കുട്ടികൾക്ക് 2 പേർക്കും ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇക്ക പോയി ബില്ല് ചെയ്ത് വന്നു. അപ്പോൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാട്ടോ. കാരണം നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വെയിറ്റിംഗ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്, പക്ഷേ വെയിറ്റ് ചെയ്താൽ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഞങ്ങളുടെ ഫുഡ് വന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ടാറ്റാ.